ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ കഥയിലുമുണ്ടൊരു കാര്യം 48ാമത്തെ സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് ലാബ്സൻ സാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഒരിക്കൽ കൂടി ലാബ്സൻ സാറിന്റെ സാർ പറഞ്ഞ പോലെ ലാബ്സൻ സാറിന്റെ പുതിയൊരു കഥയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പെർമിഷനോടുകൂടി ലാബ്സൻ സാറിനെ. ഡോക്ടർ ലാബ്സൻ സാർ, യു ആർ വെൽക്കം. Okay. Leo Tolstoy, God sees the truths but waits എന്നുള്ള ഒരു കഥ ഒരുപക്ഷെ നമ്മൾ കേട്ട് കാണും. എന്നാലും ഈസ്റ്ററിന്റെ അവസരത്തിൽ ആ കഥ വളരെ അനുയോജ്യമാണെന്ന് തോന്നി. എക്സിയനോവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. സുഖമായിട്ട് ജീവിക്കുന്നു, ലാവിഷായിട്ട് ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ബിസിനസ് ടൂറിന് പോവുകയാണ് എന്ന് ഭാര്യ അറിയിക്കുന്നു. ഭാര്യയും മക്കളും ഇപ്പൊ പോകണ്ട, പിന്നെ പോയാൽ പോരെ എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഉടനെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാത്രയായി ഇടയ്ക്ക് വെച്ച് രാത്രിയാകുമ്പോഴേക്ക് അദ്ദേഹത്തിന് താമസിക്കാനായി ഒരു ലോഡ്ജിൽ അദ്ദേഹം മുറിയെടുക്കും. ആ മുറിയെടുക്കുന്ന അവസരത്തിൽ മറ്റൊരു ബിസിനസ്സുകാരനുമായി അദ്ദേഹം പരിചയപ്പെടുന്നു. ആ രണ്ടുപേരും കൂടെ ഒരു മുറി പങ്കിടാമെന്ന് തീരുമാനിക്കുന്നു. രണ്ടുപേരും ആ മുറിയിൽ താമസിക്കുന്നു, സംസാരിച്ചു, എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ഉറങ്ങി. എക്സിയനോവ് പറഞ്ഞു, എനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് റൂമിന്റെ കാര്യമൊക്കെ നിങ്ങൾ സെറ്റിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കിടന്നുറങ്ങി. ഏർലി മോർണിംഗ് അക്സിയനോവ് എഴുന്നേറ്റ് തന്റെ സാധനവുമായി യാത്രയായി. അധിക ദൂരം പിന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ വാഹനത്തെ പോലീസുകാർ തടഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് എന്നെ തടയുന്നത്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റൂമിലുണ്ടായിരുന്ന റൂംമേറ്റ് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് സംശയമുണ്ട്, പരിശോധിക്കണമെന്ന് പറഞ്ഞു. ശിവനവന് ആകെ പ്രയാസമായി. അദ്ദേഹം വാക്ക് ഇടറിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നിങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്? നിങ്ങൾ മാത്രമല്ല മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളാണെങ്കിൽ നേരത്തെ എണീറ്റ് പോരുകയും ചെയ്തു. അദ്ദേഹം എണീക്കുന്നതിനൊക്കെ മുമ്പേ നിങ്ങൾ എണീറ്റ് പോകുന്നതിന്റെ കാര്യം നിങ്ങൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം സ്റ്റാമർ ചെയ്തതോടുകൂടെ പോലീസുകാർക്ക് സംശയം കൂടി. അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന്റെ സാധനങ്ങൾ സെർച്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ ബാഗിൽ ഒരു രക്തം വമിച്ച ഒരു കത്തി കണ്ടെടുക്കുന്നു. അക്സിയനോവ് പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ കത്തിയല്ല, ആരോ ഇത് ഒരു വലിയ കടുപ്പം ചെയ്തതാണ്. പോലീസുകാർ പറഞ്ഞു, കടുപ്പൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരാളെ കൊന്ന് അയാൾ 20,000 രൂപൾസും മോഷ്ടിച്ചെടുത്ത് അയാൾ മറ്റുള്ള അന്വേഷിക്കുന്നതിനൊക്കെ മുമ്പേ താങ്കളുടെ സ്ഥലം വിട്ടിട്ട് താനിപ്പോ വലിയ നീതിമാനൊന്നും ആകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സൈബീരിയയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വളരെയധികം വിഷണ്ണനായി. താൻ ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റിനെ തന്നെ ജയിലിൽ അടച്ചിരിക്കുന്നു. സൈബീരിയയിൽ വളരെ പ്രയാസപ്പെട്ട ഒരു ശൈലിയാണ് അവിടെ ഉള്ളതെന്ന് അയാൾക്കറിയാം. അങ്ങനെ അവിടെ കഴിയുമ്പോൾ ഭാര്യയും മക്കളും അവിടെ അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു. ആ ഭാര്യയും മക്കളും പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതല്ലേ ഇപ്പൊ പുറപ്പെടേണ്ട എന്ന്, പുറപ്പെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാൻ കൃത്യമായി എന്റെ ബിസിനസ് ടൂറ് നടത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പോന്നത്. പക്ഷെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതൊക്കെ പറഞ്ഞ ശേഷം പിരിയാ സമയത്ത് ഭാര്യ അദ്ദേഹത്തിന്റെ അടുത്ത് ചെവിയിൽ ഒന്ന് മന്ത്രിച്ചു. പൈസ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തെ കൊന്നത് എന്ന് ചെവിയിൽ ഒന്ന് മന്ത്രിച്ചു.
അത് കേട്ട വഴിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായി. സ്വന്തം ഭാര്യ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. ഗോഡ് അലോൺ നോസ് മീ. ദൈവത്തിന് മാത്രമേ എന്നെ അറിയാൻ സാധിക്കുള്ളൂ. സ്വന്തം ഭാര്യ ഇത്രയും വർഷങ്ങളായിട്ട് എന്റെ കൂടെയുള്ളവൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുന്നതിൽ എനിക്ക് അത്ഭുതപ്പെട്ട കാര്യമില്ല എന്ന ചിന്തയോടുകൂടെ അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ ആ ജയിലിനകത്ത് അദ്ദേഹം മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറി. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് വീട്ടുകാരില്ല, ഇവിടുന്ന് പുറപ്പെട്ടു പോവുകയാണെങ്കിലും ഞാൻ ആ വീട്ടിലേക്കില്ല, എന്നെ വിശ്വസിക്കാത്ത വീട്ടിലേക്ക് ഞാൻ ഇനി ഇല്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ പ്രസൻ അയാളുടെ കുടുംബത്തെ പോലെ, ആ പ്രസനുള്ളവർ തന്റെ കുടുംബാംഗങ്ങളെ പോലെ അദ്ദേഹം മനസ്സിലാക്കുകയും അവർ കരുതുകയും അവർക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവിടെ അദ്ദേഹം കഴിഞ്ഞുകൂടുകയാണ്. ഇഷ്ടപ്പെട്ടല്ല അവിടെ വന്നത് എങ്കിലും ഇപ്പോൾ അദ്ദേഹം കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറി. അദ്ദേഹത്തെ സഹ ജയിലന്മാർ ഗ്രാൻഡ് ഫാദർ എന്നും സെയിന്റ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അത്ര നല്ല ഒരു സ്വഭാവമുള്ള, ഇത്ര മീക്കായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ആർക്കും കാണാൻ കഴിയുകയില്ലല്ലോ. സാധാരണ പ്രശ്നം വരുന്ന ആളുകളൊക്കെ പറയും അവർ കുറ്റക്കാരല്ല, മറ്റവരെ കുറ്റം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഓരോരുത്തരും അവരവരുടെ കുറ്റങ്ങളൊക്കെ ഒഴിഞ്ഞു പറയുന്ന അവസരത്തിൽ അക്സിയോനോ പറയും, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും സാഹചര്യം നമുക്കെതിരായി വന്നാൽ ആ കുറ്റം നമ്മൾ ഏറ്റെടുക്കുകയല്ലാതെ മറ്റു നിവൃത്തിയൊന്നുമില്ലല്ലോ എന്ന് അവരെ ആശ്വസിപ്പിക്കും. കാരണം തന്റെ അനുഭവം അതാണല്ലോ. മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹം അവരൊക്കെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടവനായ ഒരു വ്യക്തിയായിട്ട് അക്സിയോനോ മാറുകയാണ്. 26 വർഷം അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടേണ്ടി വന്നു. അനേക ആളുകളെ അദ്ദേഹം കണ്ടുമുട്ടുകയും അനേകരാൽ ആകർഷിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. പലരും അവരുടെ കാലം തികയുമ്പോൾ യാത്ര കഴിഞ്ഞ് പോകുന്നത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചാ പോകുന്നു. ആ അത്രത്തോളം സ്നേഹസമ്പൂർണനായ ഒരു വ്യക്തിത്വമായിട്ട് അക്സിയോനോ മാറിയിരുന്നു. 26ാമത്തെ വർഷം വൈകുന്നേരം സിമിയോനിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കടന്നു വന്നു. അദ്ദേഹം പതിവ് പോലെ വാ പൊളിച്ച് പറയാൻ തുടങ്ങി, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എന്നെ വെറുതെ പിടിച്ചതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം വളരെയധികം ഉറക്കെ സംസാരിച്ചു. അക്സിയോനോ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. സാഹചര്യം താങ്കൾക്ക് അനുകൂലമില്ലെങ്കിൽ കുറ്റം ഏറ്റെടുത്തേ പറ്റൂ, അല്ലാതെ എന്ത് ചെയ്യാനൊക്കും എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ആശ്വസിപ്പിച്ചപ്പോൾ സിമിയോനിച്ച് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇത്തവണ ഞാൻ നിരപരാധിയാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ കുറ്റം ചെയ്തിരുന്നു, അന്ന് എന്നെ ആരും കണ്ടുപിടിച്ചില്ല. പക്ഷെ ഇന്ന് ഞാൻ നിരപരാധിയായിട്ടാണ് ഈ കുറ്റം അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ഷുഭിതനായി സംസാരിച്ചതെന്ന് പറഞ്ഞു. അക്സിയോനെ അപ്പോഴേ മനസ്സിലായി, ഇദ്ദേഹമായിരിക്കും എന്റെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റിനെ കൊന്നവൻ എന്നൊരു ചിന്ത എങ്ങനെയോ അക്സിയോന്റെ മനസ്സിലേക്ക് കടന്നു. പക്ഷേ അക്സിയോനോ പുറത്ത് കാണിച്ചില്ല. തന്റെ വീക്ക്നെസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ സൗമ്യനായിട്ട് തന്നെ അദ്ദേഹം പെരുമാറി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ജയിലിനകത്ത് ഒരു ടണൽ കുഴിക്കുന്നതിന്റെ ആരംഭം അദ്ദേഹം രാത്രിയാകുമ്പോൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അക്സിയോന് മനസ്സിലായി, ആരോ ടണൽ കുഴിക്കുകയാണ്, ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു വഴി ഒരുക്കുകയാണ്. അദ്ദേഹം രാത്രിയാകുമ്പോൾ എഴുന്നേറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ചെന്ന് നോക്കിയപ്പോൾ മറ്റാരുമല്ല, സിമിയോനിച്ചാണ് ആ ടണൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കണ്ടു. അക്സിയോനോ വളരെ പക്വതയോടെ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? അദ്ദേഹം അല്പം രോഷാകുലനായിട്ട് പറഞ്ഞു, താങ്കൾ കണ്ടുകൂടെയോ, ഞാൻ ടണൽ ഉണ്ടാക്കുകയാണ്, ടണലിലൂടെ എനിക്ക് രക്ഷപ്പെടണം. താങ്കൾ മിണ്ടാതിരിക്കുമെങ്കിൽ താങ്കളെ ഞാൻ രക്ഷപ്പെടുത്താം. താങ്കൾ ഇത് ഒറ്റുകൊടുക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊന്നും ആലോചിക്കില്ല. എനിക്കൊരാളെ കൊല്ലാൻ വലിയ മടിയൊന്നുമില്ല. താങ്കളെയും വകവരുത്തി ഞാൻ രക്ഷപ്പെടുന്നു. ക്രിസ്ത്യാനോ ചിരിച്ചു. പലതവണ എന്നെ താങ്കൾ അധിക്ഷേപിച്ചു,
പലതവണ എന്നോട് കയർത്തു. താങ്കൾ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് ഏതാണ്ട് ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ചു, എന്താണ് ആ സൂചന, ഒന്ന് പറയാവൂ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ജനറൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി, മറ്റൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു അദ്ദേഹം അവിടുന്ന് കടന്നു. എന്തായാലും അക്സിയാനോ ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം പോലീസുകാർ അത് കണ്ടുപിടിച്ചു. ആരോ തണൽ കുഴിച്ചിരിക്കുന്നു. എല്ലാവരെയും മാറി മാറി ചോദ്യം ചെയ്തു. ആരും ഒന്നും പറഞ്ഞില്ല. അക്സിയാനോടത്ത് എത്തി. അക്സിയാനോ ഒരു നിമിഷം ആലോചിച്ചു. ഇത്രയും വർഷക്കാലം എന്നെ ഇവിടെ പിടിച്ചാക്കിയ ഈ മനുഷ്യനെ ഞാൻ ഒറ്റുകൊടുക്കുകയല്ലേ വേണ്ടത്? അവന് തക്ക ശിക്ഷ ലഭിക്കേണ്ടതല്ലേ എന്ന് ഒരു വേള ചിന്തിച്ചു. പക്ഷെ തിരിച്ചു ചിന്തിച്ചപ്പോൾ, ഞാൻ ഏതായാലും വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചിട്ട് ഇയാളെ ആ കുറ്റം ഏറ്റുപറഞ്ഞ് എന്നെ വിമോചിതനാക്കിയാലും ഞാൻ എവിടേക്ക് പോകാനാ? വേണ്ട, അയാളെ വഴിക്ക് നീങ്ങട്ടെ എന്ന ചിന്തയോടുകൂടെ അക്സിയാനോ പറഞ്ഞു. ആരാണ് തണൽ കുഴിച്ചത് എന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. ഗോഡ് ഡസ് നോട്ട് പെർമിറ്റ് മീ. ഈശ്വരനെ അനുവദിക്കുന്നില്ല എന്ന് മറുപടി പറഞ്ഞു. പോലീസുകാർക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അദ്ദേഹം പറയില്ല എന്ന് വിചാരിച്ചാൽ പറയില്ല. അതുകൊണ്ട് അത് ചോദിക്കാതെ വിടുകയാണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസുകാർ അവിടെ വെച്ച് നിർത്തി. അന്ന് രാത്രി ശിമ്യോനിച്ച് സിയോന്റെ കാക്കിൽ വന്നു കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ റൂംമേറ്റിനെ കൊന്നത്. കത്തി നിങ്ങളുടെ ബാഗേജ് വെച്ചതും ഞാൻ തന്നെയാണ്. പക്ഷെ അന്ന് എന്നെ ആരും പിടിച്ചിരുന്നില്ല. ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇപ്പോൾ എന്നെ പിടിച്ചത്. താങ്കൾക്ക് എന്നെ ഒറ്റുകൊടുക്കാമായിരുന്നു. ഞാൻ താങ്കളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞെങ്കിലും താങ്കളെ തൊടാൻ പോലും ഇവിടെ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും താങ്കൾ എന്നോട് ക്ഷമിച്ചുവല്ലോ. ഞാൻ അതുകൊണ്ട് താങ്കളുടെ കുറ്റം ചെയ്ത ആള് ഞാനാണെന്ന് ഞാൻ സമ്മതിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അക്സിയാനോ പറഞ്ഞു, വേണ്ട മോനെ, നീ എന്തിനാ അങ്ങനെ കുറ്റം ഏൽക്കാൻ പോകുന്നു? ഞാൻ 26 വർഷം ഇവിടെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനെ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു. ഇതെനിക്കിപ്പോ എന്റെ ജീവിത ശൈലിയായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് എവിടെയും പോകാനായിട്ടില്ല. എന്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നീ കുറ്റം ഏറ്റുപറയേണ്ട കാര്യമൊന്നുമില്ല. നീ സുഖമായിട്ടൊരു ജീവിച്ചോ. നിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. ശിമ്യോനിച്ച് അതിരാവിലെ എഴുന്നേറ്റ് ആ കുറ്റം തന്റേതാണെന്നും അക്സിയാനോ നിരപരാധിയാണെന്നും അധികാരികളെ അറിയിച്ചു. അധികാരികൾ അത് മുഖവിലക്കെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞപ്പോൾ അക്സിയോനെ വെറുതെ വിടുന്നതിനായി എല്ലാ കടലാസുകളും ശരിയായി കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് വന്നു. അക്സിയോനെ വെറുതെ വിട്ടേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിരപരാധിയായ അദ്ദേഹത്തെ ഇത്രയും വർഷം ഇവിടെ കഠിനത്തടവിൽ ഏൽപ്പിച്ചതിനുള്ള നഷ്ടവും കൂടെ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് വിധിയായിട്ടാണ് ആ ഓർഡർ വന്നത്. പക്ഷേ ആ ഓർഡർ വരുന്ന അന്ന് പുലർച്ചയ്ക്ക് അക്സിയാനോ സ്വന്തം നാട്ടിലേക്ക് പോയി. സ്വർഗത്തേക്ക് അദ്ദേഹം പറന്നുയർന്നു. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. വളരെ മനോഹരമായി 2 കഥാപാത്രങ്ങൾ വളരെ കൃത്യമായി ഇടചേർന്ന് നിൽക്കുന്ന ഒരു കഥ ടോൾസ്റ്റോയുടെ. ഒത്തിരി ചിന്തിക്കാനുണ്ട്, ഒത്തിരിയും മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ക്ഷമിക്കാൻ സാധിക്കുമോ എന്നൊക്കെ മനസ്സിൽ ഒരു നിമിഷം ചിന്തിച്ചു പോകുന്ന ഒത്തിരി നിമിഷം. നമുക്ക് റോയ് സാറിലൂടെ തുടങ്ങാം. റോയ് സാർ. കാരണം ഈ കഥയില് പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സാഹചര്യങ്ങളാണ് മനുഷ്യനെ നല്ലവനും മോശക്കാരനും ആക്കുന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു കഥയായി ഇത് എനിക്ക് തോന്നുന്നു. 2 കഥാപാത്രങ്ങളായ അക്സിയാനോയും സ്പിനോജിക്കും
ഈ രണ്ട് കഥാപാത്രങ്ങള് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ചവരാണെങ്കിലും അവരുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വന്നു. ദിനോജി അദ്ദേഹം ഒരു കൊലപാതകം സമൂഹത്തിൽ വലിയ പെശകായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു നല്ലവനായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല സാഹചര്യങ്ങൾ നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരാളെ സാഹചര്യങ്ങൾ കൊണ്ട് നിയമം ശിക്ഷിക്കപ്പെട്ടെങ്കിലും ആ പഴയ സാഹചര്യങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് മടി തോന്നിയ സാഹചര്യം, അതും എല്ലാം സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ചിന്താവഹമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഈ സാറിൻ്റെ കടയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സാഹചര്യം ഒരു വലിയ ഭാഗമാണ്. എൻവിറോൺമെന്റ് അതാണ് മനുഷ്യനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ലിയോ ടോൾസ്റ്റോയുടെ കഥ. ഓക്കെ, താങ്ക് യു. സാർ പറഞ്ഞ പോലെ സാഹചര്യങ്ങളാണ്, പക്ഷെ സാഹചര്യങ്ങൾ കിട്ടിയിട്ടും അചഞ്ചലമായി മാറാൻ നിൽക്കുന്ന വ്യക്തിയെയും നമുക്ക് അവിടെ കാണാം. സാഹചര്യങ്ങളെ വ്യക്തമായിട്ടല്ലേ, അദ്ദേഹത്തിന്റെ സാഹചര്യം അങ്ങനെ കിടക്കില്ലേ. വൈഫ് പോലും വിശ്വാസമില്ല, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടു, ഇനി അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതും അദ്ദേഹം ഒരു സാഹചര്യം. ഓക്കെ, ജ്യോതികുമാർ സാർ. യെസ് സാർ. ലോക്സൻ സാർ നമസ്കാരം. സാബു സാർ നമസ്കാരം. ആവട്ടെ. ഇതിലിപ്പോ ഏതായാലും റോയ് സാർ പറഞ്ഞ പോലെ സാഹചര്യമാണല്ലോ. നമ്മളുടെ ഈ എൻക്വയറി സിസ്റ്റം പണ്ട് മുതലും ഇന്നും പൂർണ്ണമല്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ പോലീസ് കേസ് പിന്നീട് CBI തെളിയിക്കുന്നു, പിന്നെ NIA തെളിയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ലോവർ ലെവലായാലും ഹയർ ലെവലിലായാലും സാഹചര്യങ്ങളാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു എൻക്വയറി അവിടെ നടക്കുന്നില്ലെന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി ഒരാളെ അങ്ങോട്ട് ജയിലിലേക്ക് ആക്കുകയാണ്. യെസ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹചര്യമില്ല, തെളിവില്ല. നമ്മൾ ഈ കൾപ്രിറ്റ് എന്ന് പറയുന്ന ആളിന് അതിന് തെളിയിക്കാനുള്ളതും ഇല്ല. കാരണം മറ്റേ ആൾ ആ കത്തി അതിനുള്ളിൽ വെച്ച് പോയപ്പോൾ അറിയില്ലല്ലോ എന്താണ് ചെയ്തത്, ആരാണെന്നുള്ള. സത്യമാണ്, സാഹചര്യമില്ല. പക്ഷെ പോലീസിന്റെ ആ എൻക്വയറിയും കത്തിയും ഒക്കെ വെച്ച് വീണ്ടും പിടിച്ച് ചെയ്യണം, അത് നടക്കുന്നില്ല. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പണ്ടും ഇന്നും അതിനല്ലേ സാർ നടക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഇവിടെ അതാണ് ഈ വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ്. ഇപ്പൊ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നില്ലേ പൈസയൊക്കെ ആവശ്യത്തിനാണ്. അത് പറയുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ മഹാഭാരതം എഴുതിയ വാത്മീകി, അദ്ദേഹം പണ്ടൊരു പിടിച്ചുപറിക്കാരനായിരുന്നു സാർ കാട്ടിൽ. അപ്പോ സപ്തർഷികൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവരെയും പിടിച്ചു പറിച്ചു, അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ചു പറിച്ചു. അപ്പൊ നീ ഇതെവിടെയൊക്കെ കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് ഭാര്യയും കുട്ടികളെയും പോറ്റാനുണ്ട്, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയാണ്. അപ്പോ എന്തോ ആ സമയത്തുള്ള അയാളുടെ മനസ്സിൽ ഒന്ന് അടങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യൂ, നീ ആ ഭാര്യയോടൊന്ന് പോയി ചോദിക്കൂ, മക്കളോടും, എന്താണ് ഞാനിങ്ങനെ അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടായി വരുന്ന പറയുന്നത്. അപ്പൊ നിങ്ങളും ആ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇല്ല, അതിന് തയ്യാറല്ലെന്ന്. അതാണ് നോക്കൂ, ഇവിടെ അത് തന്നെ സംഭവിക്കുന്നു. അവസാനത്തെ ഒരൊറ്റ ലൈൻ ഇല്ലേ, കാശിന്റെ പ്രയാസത്തിന് വേണ്ടി ആയിരുന്നു ഇല്ലേ വന്നത് എന്ന് ചോദിച്ചതും അദ്ദേഹം വല്ലാതെ അങ്ങ് ഇടറിപ്പോയില്ലേ. സ്വന്തം കൂടപ്പിറപ്പ് പോലുള്ള ആര് അങ്ങനെ പറയുമ്പോൾ ഇനി ആരാളുള്ളത് അവരെ വിശ്വസിക്കാൻ ഇനി വേറെ ലോകത്തെ ആളില്ല. അപ്പോ അതാണ് എനിക്ക് അന്നേരം ഓർമ്മ വന്നത്. അങ്ങനെയാണല്ലോ സാർ മരാമര രാമരാമൻ വന്നതും. എന്തായാലും സാഹചര്യങ്ങൾ കൊണ്ട് പലരും നിരപരാധികൾ ജയിലിൽ, ഇതുപോലെ ഇപ്പൊ എത്ര പേര് ജയിലിൽ കിടക്കുന്നുണ്ടാവുന്നറിയോ സാർ? ഇത് പറയുമ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. എത്രയോ ആളിപ്പോൾ കിടക്കുന്നുണ്ടാവും ഇതേപോലെ. പിന്നീട് അങ്ങോട്ട് മാറ്റം വന്ന് അതിനെ അങ്ങ് എന്താ പറയുക, അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് തന്നെ മരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്രയോ ആളുകൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്. ഇപ്പൊ കഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. റീസെന്റ് ആയിട്ട് അതിനകത്തെല്ലാം പെട്ടുപോയവര് എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കണം എന്നുള്ള മാനസികാവസ്ഥയിൽ ഉണ്ടാവും. ഇത് ഇന്നും തുടരുന്നു എന്നതാണ് ഒരു സത്യം. എന്തായാലും നല്ലൊരു കഥ സാർ. താങ്ക് യു വെരി മച്ച്. സാറിന്റെ കഥ വളരെ നല്ല ഒരു കഥയാണ്. കാരണം കമാൽ ബാഷ, നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഒരു ഇതില് നേരിട്ടുള്ള അഭിമുഖം ഇതിൽ പറഞ്ഞു, അതായത് ഒരു വിധിയെ കുറിച്ച്
ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞു, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പോലും ഞാൻ അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടി വന്നു. പിന്നെ എന്നെ കൊണ്ട് കൊടുക്കാവുന്ന കുറച്ച് ശിക്ഷയിലാക്കി അത് മാറ്റി. കാരണം ക്ലിയർ ആയിട്ട് എവിഡൻസുകൾ അവർ കൊണ്ടുവന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ അങ്ങനെ പോലീസുകാര് നിരപരാധിയെയും, അതായത് നിരപരാധിയെ കുറ്റക്കാരനാക്കും, കുറ്റക്കാരനെ നിരപരാധിയാക്കുന്ന കേസുകൾ ഒത്തിരി ഉണ്ട്. അതുപോലെ ഒരു ജയിലർ, എന്റെ റിലേറ്റീവിൽപ്പെട്ട ഒരു ജയിലർ, അദ്ദേഹം ഒരു പുസ്തകം എഴുതി റിട്ടയർഡ് ആവുന്ന സമയത്ത്. അതിന്റെ പബ്ലിഷിംഗ് ഞാൻ പോയപ്പോ എനിക്കൊരു പുസ്തകം തന്നു. അതായത് ജയിൽ ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ, അവിടെ ജയിലിൽ വന്ന ആളുകളുടെ ചരിത്രങ്ങളൊക്കെ ഇയാള് അവിടെ കിടക്കുമ്പോ അവരുമായിട്ടൊക്കെ സംസാരിച്ചു തരും. അതില് ചെറിയ ഒരു ശതമാനം ആളുകൾ മാത്രമേ ഇന്റൻഷനലായിട്ട് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായ ചില കോപത്തിലോ അല്ലെങ്കിൽ പ്രോപ്പർ ഡിസിഷൻ ഇല്ലാതെ വന്നിട്ടുള്ളതിലോ വന്ന് കുടുങ്ങി ചെയ്തവരുണ്ട്. അതായത് അവർക്ക് അത് ചെയ്തതിൽ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. അതേസമയം മനസാവാച അറിയാതെ സാഹചര്യ തെളിവുകൾ സാഹചര്യത്തില് വന്നു ചേരുന്ന ഒത്തിരി ആളുകളുണ്ട്. എസ്പെഷ്യലി ഈ മോഷണ കേസിലും ഇതിലൊക്കെ. പിന്നെ ഒരാള് ഒരു സംഭവം പറഞ്ഞതാണ്, ഒരുത്തൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവൻ, അതായത് പ്രധാനമായിട്ട് അവൻ തേങ്ങയൊക്കെ ആയിരുന്നു മോഷ്ടിക്കുന്നത്, ഗ്രാമപ്രദേശത്തിലുള്ളവൻ. അവൻ മോഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇവൻ ആ തേങ്ങ കൊണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ഒരു തേങ്ങ കച്ചവടക്കാരനുണ്ട്, അവന് കൊടുത്തെന്നങ്ങ് പറയുകയാണ്. അപ്പൊ തന്നെ പോലീസുകാരൻ അവിടെ വന്നു, പിന്നെ തേങ്ങ ഇവിടെയാണ് ഞാൻ കൊടുത്തത്, 60 തേങ്ങ ഇവിടെ കൊടുത്ത്, 20 തേങ്ങ എടുത്താലും 60 തേങ്ങ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. 60 തേങ്ങയും ചോദിച്ചു ഇങ്ങനെ ഒരു പ്രതിയായിട്ട് കേസാക്കും. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട്. അപ്പൊ അവൻ അവിടെ വന്നപ്പോ പറഞ്ഞു, വേറെ വല്ലവന്റെ അടുത്തും പിന്നെ കൊടുത്താൽ എന്നെ അവന്മാര് വിടത്തില്ല. കാരണം ഇയാളടുത്ത് പറയുമ്പോ ഇയാളടുത്ത് അവിടെ തേങ്ങയുണ്ട്, ഇതുകൊണ്ട്. അപ്പൊ ഞാൻ അയാളുടെ പേര് പറയുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ പോലീസുകാർക്ക് പോലും അറിയാം, പക്ഷെ ഇയാൾ പറയല്ലേ ഞാനിവിടെ കൊടുത്തെന്ന്. അപ്പൊ ഇങ്ങനെ ഉള്ള കള്ളത്തരമായിട്ട് ഉള്ള ഇൻഫർമേഷൻ. അതുപോലെ ഈ സ്വർണത്തിന്റെ കാര്യം അങ്ങനെയാണ്. സ്വർണത്തിന്റെ കാര്യം എന്റെ വീട്ടിൽ നിന്ന് പിന്നെ എന്റെ വീട്ടിൽ കള്ളം കയറി, എന്റെ വൈഫിന്റെ വീട്ടിൽ കള്ളം കയറി. എന്റെ വൈഫ് പ്രസവിച്ച് 40-ന്റെ അന്ന് കയറി സർവ്വ സ്വർണവും എടുത്തോണ്ട് പോയിട്ട് ജനലിൽ കൂടെ ഇതിട്ട് അതിൻ്റെ അകത്തിരുന്ന ടോർച്ച് എടുത്ത് അടിച്ചു നോക്കി കയറി എടുത്ത് കൊണ്ടുപോയി അവസാനം കുഞ്ഞിന്റെ ഇളിയിൽ കിടന്ന അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പം എന്റെ ഫാദറിന്റെ തണുക്കുന്നെന്ന് പറഞ്ഞ് ലൈറ്റ് ഇട്ടപ്പം കൊണ്ട് കതവ് തുറന്നു കിടക്കുന്നു. അങ്ങനെ പെട്ടെന്ന്, അങ്ങനെ മിലിറ്ററി ഓഫീസറായിരുന്നു, ഉടൻ തന്നെ കതവ് എടുത്തോണ്ട് ഓടിയപ്പോ ഒരുത്തം ഇറങ്ങി ഓടുന്ന കണ്ടു. അങ്ങനെ പോയി. പക്ഷെ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു, ഒരു രക്ഷയില്ല. പോയി പോലീസ് സ്റ്റേഷനിൽ എഴുതി പോയി. 9 വർഷത്തിന് ശേഷം അവനെ പിടിച്ചു. അതെവിടെയെന്ന് പറഞ്ഞാൽ പേട്ടയിലാണ് പിടിച്ചത്. അപ്പൊ അവിടെ വെച്ചിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പം എവിടെയൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ് ചിറയൻകീഴിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം കേസ് വിളിച്ചു ചോദിച്ചപ്പോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നു. അവൻ ആ കെട്ടിടത്തില് അന്ന് അലമാരി വെച്ചിരുന്ന സ്ഥലത്തൊന്നും അല്ല അലമാരിയും ടൈം പീസും ഒക്കെ. പക്ഷെ അവൻ കൃത്യമായിട്ട് പറഞ്ഞ് ഇവിടെ ഒരു അലമാരി ഉണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നു ടൈം പീസ് ഇരുന്നത്, ഇവിടെ ഒരു സ്ത്രീ കിടപ്പുണ്ടായിരുന്നു. അതായത് വന്നിട്ട് ഇതിലെല്ലാം ഇരിക്കുന്ന സ്വർണ്ണമെല്ലാം എടുത്തതിന് ശേഷം എന്റെ ഭാര്യയുടെ പുറത്ത് വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ പുതപ്പ് മാറ്റി, പ്രസവിച്ചിട്ട് കിടക്കില്ല, പുതപ്പ് മാറ്റി നോക്കി. അതൊക്കെ കേട്ടപ്പോഴും അപ്പോഴും പേടിയായി. അപ്പൊ നോക്കിയിട്ട് അതില്ല, ഒന്നുമില്ല. അന്ന് പിന്നെ ഇതായിരുന്നല്ലോ, 40 കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കേ. എന്നിട്ടാണ് കുഞ്ഞിന്റെ ഇളിയിൽ കിടക്കുന്നത്. അതെന്റെ അമ്മ കൊണ്ടിട്ട ഒരു അരഞ്ഞാണമായിരുന്നു, ആദ്യത്തെ കുട്ടി എന്നും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് പോയിട്ട് പോലീസുകാര് അന്ന് പറഞ്ഞപ്പം മുല്ലപ്പൂ മാല, മറ്റേ മാല, മറിച്ച മാല എന്നൊക്കെ പറഞ്ഞു. അമ്മ എന്ത് പറഞ്ഞോ അതുപോലെ അംബാസമുദ്രത്തിൽ പോയിട്ട് ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് എടുത്താന്ന് പറഞ്ഞ് എല്ലാം കൊണ്ടുവന്ന് പണിഞ്ഞു വെച്ചോണ്ട് വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു ഫാദറിനോട്. പോലീസുകാരൻ ഇവനെയും പിടിച്ചു. പണിഞ്ഞു കൊണ്ടുവന്നിരിക്കുക. ഒരൊറ്റ സ്വർണവും നമ്മുടെ അല്ല, ഒരൊറ്റ പണിഞ്ഞതാ. 9 വർഷത്തിന് ശേഷം അവന്റെ സ്വർണം പോയി അവൻ കൊടുത്തെന്ന് പറയുന്ന കടയിലും ഒക്കെ വെച്ചിട്ട് എടുത്തിട്ട് പണിഞ്ഞതാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് നിങ്ങളുടെയാണെന്ന് പറയണം, പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പൊ എന്റെ ഫാദറിനോ പറഞ്ഞു, അത് കിട്ടുക സ്വർണ്ണമാണോന്നും അറിയത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ
പിന്നെ ഇതെന്റെ സ്വർണമേ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കോടതിയിൽ ഇത് ഹാജരാക്കി കഴിയുമ്പോൾ കിട്ടിയാൽ എനിക്ക് തിരിച്ചു കിട്ടിയാൽ നിങ്ങൾ പറയുന്ന ഒരു പെർസെന്റേജ് ഞാൻ വിറ്റ് തരാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ കേസ് കൊടുത്തു. നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് ഒരു 3.5 പവൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് എല്ലാം കിട്ടി. പക്ഷെ 15 കാരറ്റും 14 കാരറ്റും ഒക്കെ ആയിരുന്നു. അപ്പം അന്നത്തെ സ്വർണ്ണ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ കാശൊക്കെ കിട്ടി. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എവിഡൻസ് ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കംപ്ലീറ്റ് ഇവിടെ വിധി നടക്കുന്നത്. സത്യത്തിനൊന്നും യാതൊരു വിലയില്ല. എല്ലാവരെയും ഖുറാനും ബൈബിളും എല്ലാം കൊണ്ടുവച്ചിട്ട് സത്യം എന്ന് പറയും. പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം വക്കീല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറയണം. അപ്പൊ മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ല. ഉണ്ടെങ്കിൽ മനസാക്ഷിയുടെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സത്യം പറയണമല്ലോ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ പിന്നെ തെളിവും ഇതും കാരണം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ കാര്യം. ഇപ്പൊ കണ്ടില്ലേ, ബോംബ് പൊട്ടിക്കുന്നത് ക്ലിയർ ആയിട്ട് രക്ഷിക്കാൻ പോയതിന്റെ പേരിൽ കേസ് എഴുതിയിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണുള്ളത് എപ്പോഴായാലും. അതുകൊണ്ട് ഇത് നല്ല ഒരു കഥയാണ്. ഇത് സംഭവിച്ചു കാണും സംഭവിച്ചതായിരിക്കും. ഇത്തിരി എക്സാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സംഭവിച്ചാണ്. ഈ കത്തികൾ വെക്കുന്നത് സാധാരണ സംഭവമാണ്. കുത്തിയിട്ട് വേറെ കത്തി വയ്ക്കും, എന്നിട്ട് ഈ കത്തി വെച്ചാണ് ഞാൻ അവനെ കുത്തിയെന്ന് പറയും. എന്നിട്ട് പണ്ട് കത്തിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, കത്തി എന്ന്. അതുപോലെ ഈ കത്തി അല്ല എന്നുള്ളത് കോടതിയിൽ പ്രൂവ് ചെയ്യുമ്പോൾ അവനെ വെറുതെ വിടും. അപ്പൊ അതുകൊണ്ട് സാറിന്റെ കഥ വളരെ ചിന്താതീതമായ ഒരു നല്ല കഥയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് സാറിന്റെ കഥ കേൾക്കുന്നത്. മറ്റേ ഇംഗ്ലീഷ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് എന്താന്ന് പഠിക്കാൻ പോണോന്ന് പറഞ്ഞ് മുങ്ങിയ ആളാണ് ഞാൻ. പിന്നെ ഇന്നാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആരാണ് അഭിപ്രായങ്ങൾ പറയുന്നത്? ജോസഫ് സാർ കേൾക്കുന്നുണ്ടോ? ജോസഫ് ജോൺ സാർ, ജോഷി സാർ, രാകേഷ്, അൻവിക. ഞാൻ കഥ കേട്ടില്ല. കഥയുടെ പിന്നീടുള്ള വിവരണങ്ങൾ തന്നെ വളരെ മനോഹരമായിരുന്നു. അത് ഞാൻ കേട്ടോളാം. ജ്യോതികുമാർ സാർ പറഞ്ഞത്, മനസ്സാരി സാർ പറഞ്ഞതും കേട്ടു. അത് വർത്തായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ഓക്കെ, ജോഷ് സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനും കഥയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കേൾക്കാനായിട്ട് പറ്റില്ല. കഥ ഞാൻ അതിൻ്റെ ഇടയിൽ കേട്ടു. ഞാൻ ഇടയ്ക്ക് കുളിക്കലും പരിപാടിയായിട്ട് അതിൻ്റെ ഇടയിൽ നീങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ രണ്ടുപേരുടെ വിശകലനങ്ങളാണ് പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് പറ്റിയത്. തീർച്ചയായിട്ടും വളരെ സമൂഹത്തിൽ പ്രസക്തമായിട്ടുള്ള കഥയാണ് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. കഥയാണെങ്കിലും കഥാകാരന്റെയൊക്കെ മനസ്സിൽ അനുഭവപ്പെട്ടിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിലാണല്ലോ ഓരോ കഥകളും ഉണ്ടാകപ്പെടുന്നത്. കഥയ്ക്ക് ഒരു റിയാലിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നുമില്ല. അല്ലാതെ സമ്പൂർണമായും ഭാവനയിൽ മാത്രമായിരിക്കുകയില്ല ഇങ്ങനത്തെ ചെറുകഥകളൊക്കെ ഉണ്ടാകപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന പല സംഭവങ്ങളും പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ള സംഗതികളുണ്ട്. പോലീസ് കത്തിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ തൊണ്ടി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ സാധാരണക്കാരനായ ആളുകൾ ഇതൊക്കെ വളരെ ശരിയാണെന്ന് വിശ്വസിച്ചു പോകും. ഇതിൻ്റെ അകത്തെല്ലാം ഒരുപാട് ധാരണകളുണ്ട്. ഇപ്പോഴും പല വിധത്തിലുള്ള രാഷ്ട്രീയ കേസുകൾ വരുമ്പോൾ യഥാർത്ഥ പ്രതികൾ അല്ല വരുന്നത്, വേറെ പ്രതികൾ, അതിനുവേണ്ടി വാടക പ്രതികളുണ്ട്. അവരത് ഉടനെ തന്നെ സമ്മതിക്കാനായിട്ട് തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുവായിട്ടുള്ള രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ടും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അതൊക്കെ ഈ രാഷ്ട്രീയ ഇടപാടുകളിലാണ് അത്തരത്തിലുള്ളത്. അല്ലാത്ത ഇതുപോലെ വൻപൻ പിടികളുള്ള ആളുകളുടെ എല്ലാവരുടെയും കേസുകളിൽ ഇതുപോലത്തെ ഇടപാടുകൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അപ്പോൾ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ചിരിക്കുന്ന ഒരു നേർക്കാഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ഒന്ന്
തുറന്നു കാണിക്കുമ്പോഴാണ് നമ്മുടെ ഈ സെഗ്മെന്റിന്റെ ക്യാപ്ഷൻ അർത്ഥപൂർണമാകുന്ന കഥയിലുമുണ്ട് കാര്യം. ഇതൊക്കെ ഓരോ വിധത്തിൽ നമുക്ക് ജീവിതത്തിന് പ്രചോദനമോ തിരിച്ചറിവോ ഉൾക്കാഴ്ചയോ ഒക്കെയാണ് സമ്മാനിക്കുന്നത്. എന്തായാലും ലാബ്സൺ സാറ് വളരെ ഉന്നതമായിട്ടുള്ള സാഹിത്യം, ചെറുകഥാ സാഹിത്യം ഇവിടെ ഓരോ അവസരത്തിലും നൽകുന്നുണ്ട്. സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വീണ്ടും കാണാം. എല്ലാവിധ ഭാവുകങ്ങളും. ഓക്കെ, വേറെ ആർക്കെങ്കിലും കഥ കേട്ട ആർക്കെങ്കിലും കമന്റ്സ് പറയുകയാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ കഥയെക്കുറിച്ച് ലാബ്സൺ സാർ ശ്രദ്ധിക്കപ്പെട്ടതൊന്ന് പറയാൻ. അതായത് സ്വന്തം ഭാര്യ വരെയും തൻ്റെ നിരപരാധിത്വം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴുണ്ടായ ഒരു മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന് വന്നത്. 2, എത്ര നീചനും കള്ളനും കൊലപാതകയും ആണെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റം വന്നു. ഈ 2 സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട 2 പോയിന്റുകളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഓക്കെ സർ. ഈ കഥ ലിയോ ടോൾസ്റ്റോയ് എഴുതിയത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഈ കഥയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അതുകൊണ്ട് ഈ കഥ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞ റോയ് സാർ പറഞ്ഞ ആ 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തക്കാർ വേണ്ടെന്ന് വെക്കുമ്പോൾ മറ്റെന്തിനേക്കാളും വേദനാജനകമാണ്. പുറത്തുനിന്ന് ആളുകൾ എന്തെങ്കിലും പറയട്ടെ, നമുക്കത് ഉൾക്കൊള്ളാം. പക്ഷെ സ്വന്തക്കാർ, സ്വന്തം വീട്ടുകാർ, സ്വന്തം എന്താ പറയാ വാമഭാഗമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അത് സഹിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് അക്സിയോനോന്റെ കഥയില് ലിയോ ടോൾസ്റ്റോയ് കൃത്യമായിട്ട് അത് പുറത്ത് കാണിക്കുന്നു. പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്, എന്നിട്ട് ഇപ്പൊ എന്തായി ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അത് കൂടെ നിൽക്കുന്നവർ ചോദിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റുണ്ടായാൽ പണ്ട് കാലത്തൊരു കുട്ടി വീണാൽ അവിടെ ഇട്ടടിക്കും. പക്ഷെ ഇപ്പോ അതല്ല. അയാൾ വീഴാനുണ്ടായ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഊരിയെടുത്തുകൊണ്ട് ഒരു ഉമ്മ കൊടുത്ത് ശ്രദ്ധിക്കട്ടെ മോനെ ചോദിച്ചാൽ അതാണ് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആകും. മാവിൽ കയറരുതെന്ന് അപ്പാപ്പൻ പറഞ്ഞു. അപ്പാപ്പൻ കാണാതെ മാവിൽ കയറി താഴേക്ക് വീഴുമ്പോഴേക്കും അപ്പാപ്പൻ ഓടിപ്പോയി താഴെ നിന്ന് എടുത്തിട്ട് അതിന് മൊത്തം കൊടുത്ത് ചോദിക്കുക, അത് കയറിയാൽ വീഴുമെന്ന് മോനെ അറിയില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ മതി. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അവരുടെ തല്ലിയിട്ട് വലിയ കാര്യമൊന്നും. ഇപ്പൊ വീട്ടുകാരും സ്വന്തക്കാരും ഒരാൾക്ക് തെറ്റുപറ്റിയാൽ ആ തെറ്റുപറ്റിയതിന്റെ ദുഃഖം ഓൾറെഡി അയാൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതോട് ചേർന്ന് അയാളൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നതിന് പകരം വീണ്ടും അവരോട് കുറ്റപ്പെടുത്തുന്നത് ഏറ്റവും വികൃതമാണ്. ഈ അക്സിയോന്റെ ഭാര്യ ആദ്യം ചെയ്തത് അതായിരുന്നു. രണ്ടാമതാണ് പോകുന്ന സമയത്ത് ചെവിയിൽ ആ മന്ത്രിക്കൽ. പൈസ പോരാഞ്ഞതുകൊണ്ടായിരിക്കില്ലേ നിങ്ങൾ ചെയ്തത്? ചെയ്തോന്നല്ല ചോദിക്കുന്നത്, ചെയ്തു തീരുമാനിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം അദ്ദേഹം തളർന്നു പോകുന്നു. പക്ഷേ ഈശ്വരൻ എല്ലാം കാണുന്നു എന്ന ആ ചിന്ത, ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേറെ ആരും എന്നെ മനസ്സാക്കിയില്ലെങ്കിലും എന്നെ മനസ്സാക്കാൻ ഒരു ദൈവമുണ്ട് എന്ന ചിന്ത, ആ ഈശ്വര ചിന്തയാണ് അദ്ദേഹത്തെ വഴി നയിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴായിരിക്കുന്ന ആ സ്ഥലം സ്വന്തം വീട് പോലെ അദ്ദേഹം കണക്കാക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം തന്നെ ഉപേക്ഷിച്ചു പോയ ആ ഭാര്യ ഇനി ഒരിക്കൽ തന്നെ സ്വീകരിക്കാൻ സാധ്യതയില്ല. അതോ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അവരോടത്ത് ജീവിക്കാനായിട്ട് അക്സിയോനോവിന് താല്പര്യമില്ല. അതുകൊണ്ട് അയാൾ സ്വന്തം വീടായിട്ട് അവനായിരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ സ്വന്തം വീട് പോലെ കഷ്ടപ്പെടുമ്പോഴും ഇഷ്ടപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം, ആ ശൈലിയാണ് അദ്ദേഹത്തെ ഗ്രാൻഡ് ഫാദർ എന്നും സെയിന്റ് എന്നൊക്കെ വിളിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാക്കുന്നത്. ഈ സെമിയോനിച്ച് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആ സംഭവം കണ്ടപ്പോഴേ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു ഇദ്ദേഹമായിരിക്കാം കുറ്റവാളിയെന്ന്. പക്ഷെ അദ്ദേഹം അതേക്കുറിച്ചൊന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല.
തനിക്ക് 26 വർഷം ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിക്കേണ്ടി വന്നെങ്കിലും ഇങ്ങനെ ഒരു മനുഷ്യനെ കാട്ടിത്തന്നുള്ള ദൈവമേ എന്ന് ചിന്ത മാത്രം അദ്ദേഹത്തെ ഭരിച്ചു. എന്നാൽ അതിന് അപ്പുറമായിട്ട് പ്രൊഫസർ പറഞ്ഞതുപോലെ ആ കൊലപാതകിക്കും കുറ്റമേറ്റു പറയാൻ തക്കവണ്ണം അക്സിയോനാവല്ല ശരിയായിട്ടുള്ള ക്രൈം ചെയ്തത്, അത് ഞാനാണെന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്ഥിതി, ആ മനോഭാവം കൊണ്ടുവരുവാൻ തക്കവണ്ണം അക്സിയോനാവിന്റെ ആ ദീർഘക്ഷമയ്ക്ക് ക്ഷമിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. തന്റെ കടക്കാരോട് പൊറുക്കാൻ ധൈര്യം വേണമെന്ന് പറയാറുണ്ട്. പ്രാർത്ഥന പുസ്തകം കാണാറ്. തന്റെ കടക്കാരോട്, തന്നെ കുറ്റം ചെയ്ത ആളോട് ക്ഷമിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണമെന്ന്. ധൈര്യമില്ലെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നല്ല ധൈര്യത്തോടു കൂടെ ക്ഷമിച്ച് അയാളെ നേടിയെടുക്കുവാൻ തക്കവണ്ണം സാധിച്ച ഒരു വലിയ ഫൊർഗീവ്നെസ്, ആ ഫൊർഗീവ്നെസ്സിലൂടെ അയാൾ നേടിയെടുക്കുവാൻ സാധിച്ച ഒരു കാര്യം കൂടെ അതിനകത്തോട് ചേർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം ആഗ്രഹിച്ചത് സത്യം മനസ്സാക്കിയിട്ടുള്ള എന്നെ ഉപേക്ഷിക്കാതെ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പക്കലേക്കാണ് എനിക്ക് പോകേണ്ടതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന് പോകാനാണ് സാധിക്കുകയാണ്. ഈ നാട്ടിലെ എവിടേക്കും അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗരാജ്യത്തേക്ക് പോകാൻ തയ്യാറായിട്ട് അദ്ദേഹം തന്നെ വിശദീകരിച്ച് അങ്ങോട്ട് പോകാൻ തയ്യാറാകുന്ന ആ ഒരു രീതിയിലാണ് ലിയോ ടോൾസ്റ്റോയ് കഥ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അനേക ഗുണപാഠങ്ങളുള്ള, ഒരുപാട് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കഥയായിട്ടാണ് ലിയോ ടോൾസ്റ്റോയുടെ കഥകളൊക്കെ ഇതുപോലെ നല്ല മാന്യത പുലർത്തുന്ന കഥകൾ തന്നെയാണ്. എന്തായാലും ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈശ്വരനെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ആദ്യം കഥ വായിച്ചപ്പോൾ വിചാരിച്ചു ദൈവത്തിന് ക്ഷമിക്കണമായിരുന്നു, അദ്ദേഹത്തിന്റെ മരണം വരെ ക്ഷമിക്കണമായിരുന്നു എന്ന് ചിന്തിച്ചു വന്നു. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹം ചിന്തിക്കുന്നത് എനിക്ക് ഈ നാട്ടിൽ ഇനി ആരും വേണ്ട, എനിക്ക് ദൈവം മാത്രം മതി. ദൈവത്തിലേക്കുള്ള ആ ഒരു ഉപാധിയാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പിന്നീട് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്തായാലും അവസരത്തിന് നന്ദി. എല്ലാവർക്കും പ്രത്യേക നമസ്കാരം. തീർച്ചയായിട്ടും ആ പ്രത്യാശയുടെ തലമാണത് അല്ലെ. കാരണം നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഡ്യൂട്ടി ആഫ്റ്റർ ഓൾ, ബാക്കിയുള്ള ബന്ധങ്ങൾക്കൊക്കെ നൈമിഷികമായ സാധ്യതകളേ ഉള്ളൂ. പക്ഷെ ദൈവമായിട്ടുള്ള ഇറ്റേണൽ കണക്ഷനാണ്, അതിന്റെ പൂർത്തീകരണമാണ് ഏറ്റവും പെർഫെക്ഷൻ ആകേണ്ടതെന്നും അത് തിരിച്ചറിയണമെന്നും ഒരുപക്ഷെ അതിനുവേണ്ടി ഒത്തിരി സമയമെടുക്കുമെന്നും ഒക്കെ അദ്ദേഹം ആ 26 വർഷം കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തൊരു സംഗതിയാണ്. പലരെയും കണ്ട് പല അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെടുത്ത വലിയൊരു സംഗതിയാണ്. അതാണ് സാർ, ഈ 26 വർഷം അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ കൃത്യമാണ് അല്ലെ. അതെ, എല്ലാവരെയും വന്നവരെ എല്ലാവരെയും വ്യത്യസ്തമായ ഒരു തലത്തിലൂടെ കടത്തിവിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അല്ല, അതുകൊണ്ട് ഓരോ കുറ്റവാളി പോകുമ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തെ സെയിന്റ് ആയിട്ട് തന്നെ അവർ കണക്കാക്കിയിരുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്തു. അതാണ് കാണാൻ മനസ്സിലായത്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ മനോഹരമായ കഥ. പലപ്പോഴും ഇത്തരം ഈ കേസുകളില് പ്രത്യേകിച്ച് ഈ കാലയളവിലൊക്കെ ഇങ്ങനെ പക്ഷം ചേർന്നാണല്ലോ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. അപ്പോൾ കുറെ പേര് ഇത് ശരി തന്നെയാണ് എന്ന് വിശ്വസിച്ച് വെക്കുക മാത്രമല്ല, ഇന്നാണെങ്കിൽ ധാരാളം മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൂടെ എല്ലാം വെച്ചലക്കും. ഇതിൻ്റെ വേദന ഭയങ്കരമായിരിക്കും. അവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിച്ച് എനിക്ക് തോന്നുന്നു അതും പല ആളുകളും പല രീതിയിലാണ് അതിനെ വീക്ഷിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ടായ മറിയക്കുട്ടി കൊലക്കേസുണ്ടല്ലോ, അച്ഛൻ അവസാനം നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കോടതി വിധിച്ചു. എങ്കിലും കുറെ പേര് അത് വിശ്വസിച്ചിട്ടില്ല. കുറെ പേര് അന്ന് തന്നെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞിരുന്നു. സത്യം അച്ഛനെ കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അറിയാം. എങ്കിലും ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ അത് പുകമറയായിട്ട് ഒരു സംശയത്തിന്റെ നിൽക്കും. ദൈവത്തിന്റെ കോടതി മാത്രം രക്ഷിക്കും എന്ന് വിശ്വസിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ലാബ്സൻ സാറിന് ഒരിക്കൽ കൂടെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇതുപോലെ കഥകൾ പറയാൻ എല്ലാവരും തയ്യാറാകുക. കഥ റെഡിയായി കഴിയുമ്പോൾ എന്നോട് വിളിച്ചു പറയുക. നമുക്ക് അടുത്ത ആഴ്ച ഒരാഴ്ചകളിലുള്ള കഥകൾ, 1-2 കഥകളൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതിന് തയ്യാറാകുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു
ശുഭരാത്രി നേരുന്നു. ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. ഈദാശംസകൾ. ഈദാശംസ. യെസ്. എന്താ അൻസാരി സാറ് പറയാത്തതെന്ന് നോക്കിയിരിക്കുക. നാളെയാണോ ഇവിടെ? നാളെയാ? നാളെയാണ്. എല്ലാം പ്രഖ്യാപിച്ചോ? കാളയും പോത്തിനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ. അല്ല, നാളെയാണെന്ന് പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചു. ഓക്കെ. പൊന്നാനിയിലുള്ള കടപ്പുറത്ത് കണ്ടു പുറ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഈദാശംസകൾ. തീർച്ചയായും. See you and good night. ഇത്തിരി ചടച്ചിരിക്കുന്ന എന്ത് സാറേ? നോയമ്പ് പിടിച്ച ലക്ഷണമുണ്ടല്ലോ. ആരായിരുന്നു? നോയമ്പ് പിടിച്ചതാണോ വെയിറ്റ് കുറഞ്ഞതാണോ? എന്റെയാണോ? പ്രായമാകുന്നതനുസരിച്ച് വെയിറ്റ് ഒക്കെ അല്ല, കുറഞ്ഞു. സാറിന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ? കാടൊന്ന് ഷേവ് ചെയ്തു നന്നായിട്ട്. അതല്ല, ഞാൻ എന്റെ താടി ഒന്ന് മാറ്റിയെന്ന്. ഈശോയുടെ അത്ര കണക്കരുത്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പയ്യനായി. ഇടയ്ക്കിടയ്ക്ക് പയ്യനാകണ്ടേ? നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇതുപോലെ ഈ ശരീരത്തിനും മനസ്സിനും ഗുണമുള്ള കാര്യമല്ലേ. ഒരു മാറ്റം വേണം. അത് ശരിയാ. ഷേവ് ചെയ്താലും വ്യത്യാസം വരും. അതൊക്കെ സ്റ്റൈല് മാറ്റുമ്പം മുടി വെട്ടുന്നതിലും ഒക്കെ ഉണ്ട് കാര്യം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ബൈ. നാളെ നമുക്ക് ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ് ആണ്. ഓക്കെ.